കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ ഒക്കെ നാളത്തെ പ്രൊമോ വിശേഷത്തിലേക്ക് പോലോ. നാളത്തെ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്ന ഗൗരി തന്റെ വേദനകളും സങ്കടങ്ങളും എല്ലാം മുത്തശ്ശിയോട് പോയി പറയാണ്. മുത്തശ്ശി അതെല്ലാം കേട്ട് ഗൗരിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. മുത്തശ്ശി മിണ്ടത്തില്ലെന്നുള്ളൂ, പക്ഷെ മുത്തശ്ശി ആംഗ്യ ഭാഷയോടെ പറയുന്നതൊക്കെ ഗൗരിക്ക് മനസ്സിലാവും. അതിന്റെ വിശേഷങ്ങളും പിന്നീട് ചാരങ്ങാട്ട് വീട്ടിലേക്ക് തങ്കച്ചിയെയും ശേഖരനെയും കൊണ്ടുപോകാനായിട്ട് പോലീസുകാർ വരുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് അവസാനം നമ്മൾ കണ്ടു വേണു വന്നിട്ട് ഗൗരിയോട് ഭയങ്കരമായിട്ട് കിടന്ന് റേസ് ചൂടാവുന്നുണ്ട്. ഗൗരി എന്തോ തങ്കച്ചിനെ കാണിച്ചു. തങ്കച്ചിയെ ഗൗരി കാരണം ഇനിയിപ്പോ തങ്കച്ചി ജയിലിലേക്ക് പോകാൻ പോന്നെ. അങ്ങനെ വന്നിട്ട് നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് ഗൗരിനെ വെല്ലുവിളിക്കുക. ഗൗരി പറഞ്ഞു, ഞാനിപ്പൊ നിലകൊള്ളുന്നത് കമലേട്ടത്തിന്റെ കുഞ്ഞിന്റെ നീതിക്ക് വേണ്ടിയിട്ടാണ്, ആ കുഞ്ഞിന് നീതി കേട്ടണം, അതിന് വേണ്ടിയിട്ടാണ് എന്നും പറഞ്ഞ് രണ്ടുപേരും പോര് വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്താണ് ശങ്കർ അങ്ങോട്ട് വരുന്നത്. ശങ്കർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവരുടെ പോർവിളിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശങ്കറിനോട് വേണി വെച്ചു, ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് ഏട്ടൻ ആരുടെ കൂടെ നിൽക്കുന്നേ? പെറ്റമ്മയുടെ കൂടെയാണോ അതോ ഗൗരിയുടെ കൂടെയാണോ? കമലേട്ടത്തിന്റെ മരിച്ചുപോയ കുഞ്ഞിന് ഇനി നീതി കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവള് കിടന്ന് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണോ ഏട്ടന് വലുത് അതോ പെറ്റമ്മയാണോ എന്ന് ചോദിക്കണം. ശങ്കർ ആകെപ്പാടെ പെട്ടുപോയി. ശങ്കർ എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ലായിരുന്നു. കാരണം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്, ഒരു വശത്ത് പെറ്റമ്മ, ഒരു വശത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗരി, അപ്പൊ ആരുടെ ഒപ്പം നിൽക്കും? അവസാനം ശങ്കർ പറഞ്ഞു, ഗൗരിയുടെ ഭാഗത്താണ് നീതിയുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വന്നാൽ എനിക്ക് ഗൗരിയോടൊപ്പം നിൽക്കാനോ പറ്റുള്ളൂ എന്ന് പറയണം. അവസാനം വേണി ശങ്കറിനോട് ഭയങ്കര ക്രൂരമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഈ സമയത്ത് ആദർശിന് മോഹന വല്ലാത്തൊരു വിഷമത്തിലായിരുന്നു. ആദർശിന് ഇപ്പൊ ആരുടെ കൂടെ നിൽക്കണം എന്നറിയത്തില്ല. അവസാനം ശങ്കറിനോട്, ഈ ശങ്കറെ ഗൗരീനെ ഒറ്റപ്പെടുത്തുക, എല്ലാവരും കൂടെ കൂടിയിട്ട് അവളെ ഒറ്റപ്പെടുത്തിയിട്ട് അവൾക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് പറയട്ടെ. ശങ്കർ പറഞ്ഞു, എന്റെ അളിയൻസ് നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഒരു കാരണവശാലും ഞാൻ എന്റെ ഗൗരീനെ ഒറ്റപ്പെടുത്താൻ പോകുന്നില്ല. അവളുടെ ഒപ്പം ഞാൻ കട്ടയ്ക്ക് അവളുടെ സപ്പോർട്ടുമായിട്ട് ഞാൻ കൂടെ ഉണ്ടാവും. ആരൊക്കെ ഈ ലോകത്ത് അവളെ ഒറ്റപ്പെടുത്തിയാലും എനിക്ക് അവളെ ഒറ്റപ്പെടുത്താൻ കഴിയില്ല എന്ന് പറയാണ്. ഗൗരിയെ ശങ്കറിന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഗൗരി നീതിയുടെ ഒപ്പം നിൽക്കുള്ളെന്ന് ശങ്കറിന് നല്ല ബോധ്യമുണ്ട്. പിന്നീട് കാണിക്കുന്ന പോലീസുകാർ വരുവാണ് തങ്കച്ചിനെ ശേഖരനെ കൊണ്ടുപോകാനായിട്ട്. ചെല്ലാൻ താമസിച്ചുകൊണ്ട് ഒരു നേരം ഇങ്ങോട്ട് വന്നു. പിന്നീട് തങ്കച്ചിനെ ശേഖരനെ വിളിച്ചിരുത്തിയിട്ട് പുറത്ത് മാറ്റി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ് അന്ന് രാത്രി നടന്നത്, അവിടെ എന്താ നടന്നതെന്നൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ തങ്കച്ചി പറഞ്ഞു, ഞാനൊരു തെറ്റും ചെയ്തു സാറേ, എനിക്ക് ഇതിനകത്ത് യാതൊരു പങ്കില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് വേണി എന്ത് ചെയ്യണം, അകത്ത് കമലയുടെ അടുത്ത് എങ്ങോട്ട് ചെല്ലുവാണ്. കമലയപ്പോൾ വയ്യാതെ കിടക്കുമായിരുന്നല്ലോ. കമലെടുത്തിട്ട് എന്ത് ചോദിച്ചു, കമലെടുത്തി എന്ത് ഭാവിച്ചത്? നമ്മുടെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടുള്ള കമലെടുത്തേക്ക് അറിയാം, പിന്നെ എന്തിനാ പാവം അമ്മേനെ കൂടെ ക്രൂശിക്കുന്നേ? അങ്ങനെയൊക്കെ പറഞ്ഞ് കമലയോട് ഭയങ്കരമായിട്ട് കിടന്ന് ചൂടാവാണ്. പാവം കമല എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവസാനം പറഞ്ഞു, എന്തേലും കമലെടുത്ത് ഇപ്പൊ ഈ പരാതി പിൻവലിച്ചിട്ടില്ലെങ്കിൽ, അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്തം കമലെടുത്തേക്കായിരിക്കും. കമലെടുത്ത് ഇപ്പൊ അനുഭവിക്കുന്നേക്കാൾ 100 ഇരട്ട വേദനയായിരിക്കും ഇനി അനുഭവിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ ജയിലിൽ കയറേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അമ്മ തിരികെ ഈ വീട്ടിലേക്ക് ഇനി വരില്ല എന്നാ പറഞ്ഞേ. അമ്മ സ്വന്തം ജീവൻ എടുക്കുന്നാ പറഞ്ഞേ. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കമലയിടത്തേക്ക് ഒരിക്കലെങ്കിലും മനസ്സുഖത്തോടെ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? ഇപ്പോഴേ ഒരു പരാതി പിൻവലിച്ചാൽ മതിയെങ്കിൽ ഇപ്പോഴേ ആ നടത്തുന്നതല്ലേ നല്ലത്. നമ്മുടെ അമ്മ അല്ലേലും അങ്ങനെ തെറ്റും ചെയ്തിട്ടില്ല. കമലയിടത്തിന് ഇഷ്ടം വയറ്റ് വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് കമലയിടത്തിന്റെ അല്ല ശേഖരേട്ടൻ്റെ ഒപ്പം ഒരിക്കലും അമ്മ നിൽക്കില്ല. കമലയിടത്തി അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം. കമല ഒന്നും പ്രതികരിച്ചില്ല. എനിക്കറിയാം കമലയിടത്തിന് ഇങ്ങനെയെല്ലാം പറഞ്ഞ് തിരിച്ചേക്കുന്ന ഗൗരിയാ. ഗൗരിയുടെ മായാവലയത്തിൽ വീണു പോയല്ലോ കമലയിടത്തി. ഇപ്പോഴെങ്കിലും വന്ന് സത്യങ്ങൾ ആ പോലീസുകാരോട് തുറന്നു പറയുകയാണെങ്കിൽ നമ്മുടെ അമ്മയെ ശേഖരേട്ടൻ രക്ഷപ്പെടും. പക്ഷെ ഇനിയിപ്പോൾ അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. അങ്ങനെ വന്നാൽ പിന്നെ എന്താ സംഭവിക്കാന്ന് അറിയാലോ. പിന്നീട് കമല ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, ശേഖരേട്ടൻ്റെ മനസ്സ് മാറിയിട്ടുണ്ടെന്ന് തോന്നേ. പക്ഷെ ഏത് സത്യം ഏതാ കള്ളന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കമലടുത്ത് ഇങ്ങോട്ട് വന്നേ, അവരോട് ഒന്ന് സത്യങ്ങളൊക്കെ തുറന്നു പറ എന്ന് പറഞ്ഞ് കമലയുടെ കൈ ബലമായിട്ട് പിടിച്ചുകൊണ്ട് ഹാളിലേക്ക് അങ്ങോട്ട് വരുവാണ്. ഈ സമയത്ത് ഗൗരി അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ ഗൗരി തടഞ്ഞു. കമലടുത്ത് കയ്യെ ഒന്ന് വിടാൻ പറഞ്ഞപ്പോ വേണ്ടി, ഞാൻ കയ്യെന്ന് വിടില്ല, സത്യങ്ങളൊക്കെ കമലടുത്ത് പോയി പറയട്ടെ, അമ്മ നിരപരാധി എന്ന് പറയട്ടെ, ആ കേസ് പിൻവലിക്കണമെന്ന് പറയാം. ഗൗരി പറഞ്ഞു, നീ എന്താ വേണി ചെയ്യുന്നത്, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് ചോദിക്കണം. ഗൗരിയോട് വേണി അറിയാം, നീ അങ്ങോട്ട് മാറി നിൽക്കുക, നീ ഇതിനകത്ത് കൂടുതൽ ഇടപെടണ്ട. നീ ഇടപെടാൻ പോയിട്ടുണ്ടെങ്കിൽ ഇനി നശിക്കാൻ പോകുന്ന നിന്റെ ജീവിതം. മറ്റുള്ളവർക്ക് വേണ്ടി നീ എന്തിനാ ഗൗരി നിന്റെ ജീവിതം നശിപ്പിക്കുന്നേ? അതുകൊണ്ട് നീ അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞ് ഗൗരിയെ ചീത്ത പറയണം. പിന്നീട് കമലയും കൊണ്ട് അങ്ങോട്ട് ചെല്ലുവാണ്. കമലയും കൊണ്ട് അങ്ങോട്ട് എന്നിട്ട് കമലയെ കൊണ്ട് സത്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമല പിന്നെ കള്ളവ പറയണേ, പരാതി പിൻവലിപ്പിക്കുകയോ ചെയ്യുന്നത്. ഗൗരി പാവം, ഗൗരിക്ക് ഇത്ര സമയം നീതിക്ക് വേണ്ടി പോരാടി അവസാനം ഗൗരി തോറ്റു പോകുന്നൊരു സിറ്റുവേഷൻ വന്നു. ഗൗരി മുത്തശ്ശിയുടെ അടുത്ത് എന്നിട്ട്
മുത്തശ്ശിയോട് തന്റെ പരാതികളൊക്കെ പറയുവാണ്. മുത്തശ്ശിക്കറിയാം ഗൗരിയുടെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന്. ഗൗരി പറഞ്ഞു, ഇവിടെ എല്ലാവരുടെ നന്മയ്ക്ക് വേണ്ട ഞാൻ ചെയ്തേ. കമലയുടെ കുഞ്ഞിന് നീതി കിട്ടണം മുത്തശ്ശി, അതിനു വേണ്ടി ഞാൻ ചെയ്തേ. പക്ഷെ എന്നെ മനസ്സിലാക്കാൻ ഇവിടെ ആരുമില്ല. മുത്തശ്ശിക്ക് അറിയാലോ ഞാൻ എത്രമാത്രം വേദനിക്കുന്നുണ്ട്, കമലേടത്തി എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്നൊക്കെ. പക്ഷെ കമലേടത്തിനെ അവർ പറഞ്ഞ് മയക്കി വെച്ചിരിക്കുന്ന, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല മുത്തശ്ശി, ഞാൻ എല്ലാത്തിടത്തും തോറ്റു പോകുക എന്ന് പറയണം. ഈ സമയത്ത് മുത്തശ്ശി മണിയടിക്കുന്നുണ്ട്. മുത്തശ്ശി എന്ത് ചെയ്യണം? ആംഗ്യഭാഷയിൽ ഗൗരിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഗൗരിനെ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിശേഷങ്ങളെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.